ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് തെണ്ടി നടന്ന് തിന്നുക. അതെ, ഇന്നത്തെ പരിപാടിയാണ്. പക്ഷെ ഇന്ന് സ്പെഷ്യൽ പരിപാടിയാണ്. നമ്മൾ പോകുന്നത് പെരിന്തൽമണ്ണ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഗായ്സ്. പിന്നെ ഇന്നലെ നാത്തൂൻ എന്ന് വിളിച്ചതില് കുറച്ച് തിരുത്തുണ്ട്. ഭാര്യയുടെ അനിയത്തിന് എന്താ വിളിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് വായിൽ വന്ന വേർഡ് നാത്തൂന്നാണ്. ഞാൻ നാത്തൂൻ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ AGCSE ആണല്ലോ. അപ്പൊ പിന്നെ സ്റ്റേറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പിന്നെ പോരാത്തതിന് NRI കിട്ടും. അപ്പൊ പിന്നെ മലയാളമൊക്കെ ശരിക്കും പഠിച്ചു വരണുള്ളൂ ഗൈസ്. ഇവരെന്തിനാ സ്വന്തമായിട്ട് ഇങ്ങനെ സ്വന്തം പൊക്കും. എന്നെ പൊക്കാൻ തെന്നിയുടെ ആവശ്യമില്ല. ഇവിടെ എങ്ങനെയാണ് നമ്മളിന്നത്തെ പരിപാടി? പിന്നെ വേറെ പരിപാടി എന്താ വെച്ചാൽ പിന്നെ എല്ലാവർക്കും നല്ല വൃത്തിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും. എല്ലാവരുടെയും ആരൊക്കെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ വരെയൊക്കെ എത്തി എന്നുള്ളൊരു സാധനം നമ്മളിന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഐശ്വര്യമായിട്ട് അളിയനെ അങ്ങോട്ട് കൈമാറിക്കുക. ഹലോ ഗൈസ്, ഞാൻ റിഷാൻ. ഇതിന്റെ അനിയത്തിയാണ്. ഇവളാണ് ഇന്നലെ നാത്തൂനെന്ന് വിളിച്ചത് അളിയന്. ഓക്കെ, നാത്തൂനല്ല, ഇന്നലെ ആരും കുറച്ചാൾക്കാർ പറഞ്ഞു. കുറച്ചാൾക്കാരല്ല, ഇത് ഇളയച്ചല്ല, ഇളയച്ചയാണ് നാത്തൂന. ഇളയച്ചയാണെന്ന് പറഞ്ഞത്. ഇളയച്ചയാണ് നാത്തൂനല്ലാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് അനിയത്തിയാണ്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഓമന പേര് ഇച്ചാന്നാണ് ഓമന പേരിൽ വിളിക്കുക. എന്നാല് ശരിക്കുള്ള രൂപങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 മണിക്കാണ്. ഇന്നത്തെ രാവിലത്തെ ഒരു ചെറിയ കട്ടും കൂടി ഇതിൽ ആഡാവും. അപ്പൊ മനസ്സിലാവും അളിയൻ എത്ര മണിക്കാണ് എണീക്കല്. രാവിലെ 11 മണിയായാലും എണീക്കാത്ത അളിയനാണ് എനിക്കുള്ളത്. എങ്ങനെ നോക്കൊക്കെ എനിക്ക് തന്നെ കിട്ടും. അളിയാ എണീക്കളിയാ, എണീക്ക് സമയം എത്ര വിചാരോ? എണീക്ക്. അതിങ്ങനെ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കണത് എടുക്കാം. ഇവിടെ പെരുന്തൽമണ്ണ പൊട്ടാറ്റോന്റെ പൊട്ടാറ്റോ അല്ലേ? എല്ലാരോടും എന്തുകൊണ്ടാണ് നമ്മൾ 4 from the പുരം എന്ന് പേരിട്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതൊക്കെ ChatGPT. എന്തുകൊണ്ടാണ് വാട്സ് പുറം അത് എക്സ്പ്ലെയിൻ ചെയ്യും. ChatGPT വെറുതെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞെടുത്തോണ്ട് കിട്ടിയതാണ്. ഐഡിയാസും ഇന്നോവേഷൻസും പറഞ്ഞു പഠിപ്പിച്ചുണ്ടാക്കാന്ന് പറഞ്ഞ ചെറിയ അതിന് ആ ലോഗോയും പേരും ChatGPT കിട്ടിയത്. കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് ശരിയാണ്. വല്ലാണ്ട് ഇറങ്ങാറായിച്ചില്ല. ഒക്കെ ChatGPT ഉണ്ടാക്കി തന്നതാണ് ഞങ്ങൾക്ക്. പുറന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ പുറം. ഞങ്ങളിങ്ങനെ ലൈക്ക് ബേസ് ചെയ്ത് കൊടുത്തത് മലപ്പുറത്തുനിന്ന് 4 ബ്രദറിൻലോയും അങ്ങനത്തെ ഒരു ഫാമിലി 4 മെമ്പേഴ്സാന്ന് പറഞ്ഞപ്പോ ഒരു ചാനൽ. അതാണ് 4 from the പുറം എന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്ന ഇന്ത്യ. ഇൻവെർട്ടറിനെ കാണിക്കുക. ഇൻവെർട്ടർ ഭയങ്കര അടങ്ങാറ. ഇൻവെർട്ടർ സംസാരിക്കുന്നില്ല കൈ. ഇൻവെർട്ടർ സംസാരിക്കൂല. സംസാരിച്ചോളും കുറച്ച് കഴിയുമ്പോ. ഇതിപ്പോ നമ്മൾ എവിടെ എത്തി? നമ്മളിപ്പോ ബൈപ്പാസ് TNT മുന്നിൽ എത്തി. കറങ്ങുന്ന ശവായി കാണുന്നുണ്ട് എല്ലാവർക്കും. കറങ്ങുന്ന ശവായി. ഇവിടെ ബീട്രൂട്ട്. ഇവിടെ നല്ല ശവായി കിട്ടും. എല്ലാവർക്കും ബീട്രൂട്ട്. അല്ല, മലബാറിൽ ഇല്ലാത്തവർക്ക് ഇല്ലെങ്കിൽ മലപ്പുറം സൈഡ് അല്ലാത്തവർക്ക് ഇവിടെ വന്ന് സോറി ഗൈസ്, ഞാൻ NRI കിട്ടാണല്ലോ, എനിക്കറിയില്ലല്ലോ. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം സൗദിയിലാണ് ഗൈസ്. അളിയന്റെ കഥ അതിൽ കുറച്ച് തള്ളുണ്ടാവും. ബൈ ദ വേ, ബേസിക്കലി ഞാനൊരു ഡോക്ടറാണ്. ശരിയായില്ല. അല്ല, ബേസിക്കലി ഞാനൊരു ഡോക്ടറാണ്. പക്ഷെ ആർക്കും അതിന്റെ ഒരു നിലവിലെന്ന് എനിക്ക് തരാറില്ല. അതിപ്പോ അങ്ങനെയാണ്. പിന്നെ ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. എന്തിനു വെറുതെ ഇങ്ങനെയൊക്കെ നടന്നാ പോരെ? എന്നെ കാണുമ്പോ തോന്നുന്നു എല്ലാവർക്കും ഇവന് വേലയും കൂലിയൊന്നും ഇല്ലേ, ഇവന് പഠിപ്പും വിവരമൊന്നും ഇല്ലേന്നൊക്കെ. പക്ഷെ
സത്യം പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ്. അതെ, പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. ഇൻവേർട്ടർ ഇങ്ങനെ ഇടക്ക് വെള്ളിത്തരം പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു ഇൻവേർട്ടറാണ് ഞങ്ങളുടെ. ഉണ്ടാക്കി കൊടുത്തോ? എന്റെ സ്റ്റഡീസ് ഒക്കെ ഞാൻ ഉക്രൈനിലായിരുന്നു. MBBS ഞാൻ ഉക്രൈനാണ് തീർത്ത്. അതെ, അവിടെ യുദ്ധത്തിലൊക്കെ ഞാൻ മറ്റേ ബോംബൊക്കെ വീഴുന്ന ലൈവ് കണ്ട മനുഷ്യനാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. അതാണ് വേറെ കാര്യം, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ എന്താ പറയാ, സ്കൂളിംഗ് ഒക്കെ സൗദിയിലായിരുന്നു. ചെറുപ്പം തൊട്ടേ KG തൊട്ട് 12th വരെ സൗദി അൽഹസ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ KG. പിന്നെ എന്താ, അതൊക്കെ തന്നെ എനിക്ക് എന്നെ പറ്റി പറയാനുള്ളൂ. പിന്നെ വീട്ടുകാർ എന്നെ പിടിച്ച് കെട്ടിച്ചു. എല്ലാരും കൂടി മറ്റേത് പ്രേമിച്ചാൽ സ്വന്തമായിട്ട് കിണറ്റി ചാടും. ഇതിപ്പോ എല്ലാരും കൂടി എന്നെ കിണറ്റി കൊണ്ട് ഇട്ടു. അതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കി നിർത്തട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫുഡ് സ്ട്രീറ്റ് ഗായ്സ്. ഇവിടെ എന്തൊക്കെയുണ്ട്, നമ്മളത് നമ്മളുടെ സ്ഥലത്ത് പോട്ടെ. ഫോക്കസ് ആവണല്ലോ, എല്ലാരും കാണാന്ന് ചോദിക്കും. ആർക്കും അറിയാത്തന്നല്ലോ. മുറിയന്തി പറയുന്ന അളിയൻ കഴിച്ചിട്ട് മറ്റേ പറ്റിച്ച് ഗൈസ്. ഫുള്ള് പച്ചക്കറിയാണ്. ഒന്ന് കഴിക്കോ? എന്താ അവസ്ഥ? ഒന്നെടുത്താ പോരെ, ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഇത് എക്സാം ഇല്ല. കൊള്ളുന്നുണ്ടോ?
പയ്യെ 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 ആളൊന്നുമില്ല. ഇല്ല റൗണ്ട് 2 അങ്ങനെ ഇടിച്ചിടിച്ച് റൗണ്ട് 2 എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഊപ്പാട് വന്നതാണ്. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടു ഷെസിൻ പിന്നെ ഓട്ടോ കിക്ക് എന്ന് പറയുന്ന അവൻ്റെ കമ്പനിക്കും. എല്ലാവരും പെരിന്തൽമണ്ണ ഈ ഭാഗത്ത് ഈ ഫുഡ് കോർട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ മസ്റ്റ് ട്രൈ കൊടുക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, ബൈപ്പാസിൽ. അടുത്തതായിട്ട് സുഹൃത്തുക്കളെ, ചെസ് നമ്പർ 2 റിഷാൻ അളിയൻ ഓൺ ദ ഫ്ലോർ. ഏതാ നിന്നെ തൊടല്ലേ മതി തൊടണേ. അപ്പൊ പിന്നെ ഓളാണുള്ളത്. ഒരാളുണ്ടോ അപ്പുറത്തെ ഒരാൾ ആ ഇട്ടൊന്നും അറിയില്ല. ഇങ്ങനെ കണക്ഷൻ ആരും പിടിക്കരുത് കേട്ടോ. വേണ്ട പിടിക്കണ്ട. ഇത് മറ്റേ പേടിപ്പിക്കണില്ല. കൂളാണ്. എങ്ങോട്ടെന്നെ കൊണ്ടുപോണ്? കുറച്ച് മൂഞ്ചി വന്നൊരു ഡൗട്ട്. ഈ മുണ്ടിട്ട് മറ്റേ കള്ളൊക്കെ മിക്സ് ചെയ്യണം. ഷൗട്ട് ഔട്ട് റെസിൻ. ഇതാണ് ഞങ്ങളുടെ പയ്യൻ. സോ ഇതാണ് ഗൈസ് നമ്മുടെ പെരിന്തൽമണ്ണ ബൈപ്പാസിൻ്റെ അവിടെയുള്ള NVO ഫൺ പാർക്ക്. ഒരു ഗുഡ് ആൻഡ് നൈസ് ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ
ഇല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളായിട്ടോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. തൊട്ടപ്പുറത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട്. പെണ്ണിട്ട് ഇങ്ങനെയൊക്കെ കാട്ടേണ്ടി വരും. അതിനെക്കാളും വേറെന്താ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുക. അത് ഇങ്ങനെന്നല്ലോ. ഏയ് ഉമ്മ കൊടുക്കാൻ പാടില്ല. ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതെ പുറത്തുനിന്ന് അച്ഛനല്ല അളിയനാ. ഞങ്ങളൊക്കെ വെഡ്ബേല് മന്തി കഴിക്കാൻ വന്നിരിക്കുക. അതും പെരി പെരിയും ഹണിയും ആകെ 2 ഇവിടെ ഉള്ളത്. 2 ഓർഡർ ആക്കി. അവിടെ പൊലിവൊക്കെ വലിയ പെരുന്നാളായ പൊലിവാ. മയോണൈസൊക്കെ വന്നിട്ടുണ്ട്. മന്തി വേണമെങ്കിൽ എടുത്തോന്നൊക്കെ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിട്ട് എടുക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓ അല്ലെങ്കിൽ 24 മണിക്കൂർ ഫോട്ടോ എടുത്തതാ വീഡിയോ എടുത്തതാ. അങ്ങനെ മന്തി വന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങൾ മത്സരിച്ച് നല്ല സീൻ പൊട്ടടിയായിരുന്നു, മരിച്ചടിയായിരുന്നു, വയ്യാണ്ടായി അവസാനം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ദമ്മായിട്ട് ഇന്ന് പോയി കിടക്കണം. സൈഡിൽ ഫുഡ് ബേബിയാ ഫുഡ് ബേബി ബൈ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ടാറ്റാ.